എന്നാൽ പാപ സ്വഭാവങ്ങളിലുണ്ട് അത് ക്രിസ്തുവായിട്ട് താരതമ്യം ചെയ്യുന്നു. ക്രിസ്തുവായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്നിൽ ക്രിസ്തുവിന് ഇല്ലാത്തതായിരിക്കുന്ന ചില അശുദ്ധികളുണ്ട്. പക്ഷെ അത് ഞാൻ ക്രിസ്തുവിൻ്റെ വചനത്തിനാലും ആത്മാവിനാലും ഓരോ ദിവസവും എന്താണ് വചനമുണ്ട്, ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ എന്താണ് കീടങ്ങളെ അല്ലെ ചെളികളെ കുറവുകളെ നമ്മൾ നീക്കം ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നമ്മൾ ഇടർച്ചയില്ലാത്തവരായിട്ട് അവൻ്റെ മുമ്പിൽ കാണേണ്ടത്. നമ്മൾ ഓരോ കൂട്ടായ്മയിലും ഓരോ തവണ ബൈബിൾ വായിക്കുമ്പോഴും നമ്മളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിതിനെ തള്ളിക്കളയുക. അപ്പോൾ ഈ കൊലോസ്യലേഖനം പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ സ്നാനമേറ്റ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണെങ്കിൽ എന്നാണ് ഈ വാക്കിൻ്റെ മറ്റേ അർത്ഥം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഞാൻ എപ്പോഴും ഈ വിവാഹബദ്ധം വെച്ചാൽ നീ അവരുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തപ്പെട്ടവളാണ് എങ്കിൽ ഇനി നിന്റെ അപ്പൻ്റെ ഭവനത്തെ പറ്റിയല്ല, നീ പോകുന്ന വീടിനെ പറ്റി നീ ചിന്തിക്കണം. നിന്റെ ഭർത്താവിനെ പറ്റി നീ ചിന്തിക്കണം. വരുവാനിരിക്കുന്ന നിന്റെ മണവാളിനെ പറ്റി നീ ചിന്തിക്കുള്ളൂ. ഇനി നീ വീടിനെ പറ്റി ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി നിന്റെ സ്വന്തം നാടിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? വരുവാനിരിക്കുന്ന നിന്റെ പ്രിയന്റെ ഭവനത്തെ പറ്റിയും നിന്റെ പ്രിയനെ പറ്റി നീ ചിന്തിക്കണം എന്നാണ് എൻ്റെ അർത്ഥം.